ആ ട്രേഡ് എടുക്കുന്നത് പിന്നീട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള നല്ല എൻട്രീസ് വരുന്ന സമയത്തും നമ്മളെ ബാധിക്കും. ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ നിഫ്റ്റീൻ്റെ ചാർട്ടാണിത്. ഇന്ന് നിഫ്റ്റീൻ്റെ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്നത്തെ ട്രേഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം ഫ്ലാറ്റ് ട്രേഡിൽ പൊസിഷൻസ് 0 ആണ്, ഓർഡേഴ്സ് 0 ആണ്. അതായത് ഇന്ന് ഒറ്റ എൻട്രി ഉണ്ടായില്ല. ഇന്നലെയും എൻട്രീസ് ഒന്നും ഇല്ല. ഇനി എൻട്രീസ് വരാത്തത് എന്തുകൊണ്ടാണെന്ന് ചിലർ ചോദിക്കില്ല. അവിടെ എൻട്രി ഇല്ലേനും ഇവിടെ എൻട്രി ഇല്ലേനൊക്കെ കമൻറ്റിലൊക്കെ ചോദിക്കലുണ്ട്. പക്ഷേ എൻട്രി കിട്ടിയില്ല. ഇന്നലത്തെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്ന ലെവൽസ്, അതായത് ഇന്ന് മാർക്കറ്റ് ഏതൊക്കെ ലെവൽ ടാപ്പ് ചെയ്താലായിരിക്കും ഞാൻ എൻട്രി കൺസിഡർ ചെയ്യാൻ. അങ്ങനെ മാർക്ക് ചെയ്യിച്ച 2 ലെവൽസാണ് ഒന്നിതും. അപ്പോൾ ഈ 2 ലെവൽസ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് എൻട്രി കൺസിഡർ ചെയ്യുന്നതാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത്. ആ 2 ലെവലും മാർക്കറ്റ് ടാപ്പ് ചെയ്യില്ല. ഇന്ന് 9-ാം തീയതി മാർക്കറ്റ് ഓപ്പൺ ആയത് ഈ ഒരു ഏരിയയിലാണ്. അവിടുന്ന് ഓപ്പൺ ആയതിനു ശേഷം ഈ ഒരു ഏരിയയിൽ തന്നെ നിന്ന് കളിക്കുകയാണ് മാർക്കറ്റ്. ഈ ലെവലും ടാപ്പ് ചെയ്തില്ല, ഈ ഡൗൺ സൈഡിലെ ലെവലും ടാപ്പ് ചെയ്തില്ല. ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്താലാണ് എനിക്ക് മേലോട്ടേക്ക് ഒരു എൻട്രി നോക്കാൻ പറ്റുക. അതേപോലെ ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്താലാണ് എനിക്ക് താഴോട്ടേക്ക് ഒരു എൻട്രി നോക്കാൻ പറ്റുക. അപ്പോൾ അത് രണ്ടും ടാപ്പ് ചെയ്യാത്തിടത്തോളം ഞാൻ എൻട്രി എടുക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് മാർക്കറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ഓക്കെ, അപ്പോൾ എനിക്കറിയാം ഈ ട്രേഡ് ഇല്ലാത്ത ദിവസം, ഇങ്ങനെ ബ്ലാങ്കായി കിടക്കുന്ന ദിവസം വീഡിയോ ചെയ്യുന്നത് ശരിക്കും അത്യാവശ്യം ബോറിംഗ് ആയിട്ടുള്ള പരിപാടി തന്നെയാണ്. കാരണം കാണാൻ ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതാണ് സത്യം. നമുക്ക് പ്രോപ്പറായിട്ടുള്ള എൻട്രി കിട്ടാത്ത ദിവസം, ഇത് ഞാൻ ഇന്നിപ്പം മാർക്ക് ചെയ്ത ലെവൽസ് അല്ല, ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ച ലെവൽസാണ്. ഇന്നലത്തെ വീഡിയോയിൽ നോക്കിയാൽ കാണും ഈ 2 ലെവൽസും. ആ ലെവൽസ് ടാപ്പ് ചെയ്താലേ എൻട്രി ഞാൻ കൺസിഡർ ചെയ്യുള്ളൂ. അതാണ് ഇന്ന് രാവിലെ ഞാൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ എൻ്റെ പ്ലാന്. ആ ഒരു പ്ലാനിനനുസരിച്ച് ട്രേഡ് കിട്ടാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. അതിപ്പോൾ ഇനി എത്ര ബോറിംഗ് ആയാലും എന്തായാലും കാര്യമില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാർക്കറ്റ് വെറുതെ നോക്കി കുത്തിരിക്കേണ്ടി വന്നാലും ശരി. അതാണ് സത്യാവസ്ഥ. അങ്ങനെ പോയാലേ നമുക്ക് ഓവറോൾ പ്രോഫിറ്റബിൾ ആകാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ മാസം ഈ കൊല്ലം തന്നെ തുടങ്ങിയതിന് ശേഷം വളരെ കുറച്ച് ട്രേഡ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ ഇതൊന്ന് കാണിച്ചു തരാം. ആകെ കുറച്ച് ദിവസം മാത്രമേ ട്രേഡിങ് ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ ആഴ്ചത്തെ PNL കാണിച്ചു തരാം. ആകെ ഒരു ദിവസം മാത്രമേ ട്രേഡിംഗ് ഉണ്ടായിരുന്നുള്ളൂ. തിങ്കളാഴ്ച തൊട്ട് ഇന്ന് വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 1 ഡേ മാത്രമേ ട്രേഡിംഗ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി ദിവസമൊക്കെ മാർക്കറ്റിൽ ഇരിക്കാത്തതുകൊണ്ടൊന്നുമല്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാർക്കറ്റിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ എൻട്രി കിട്ടാത്തതുകൊണ്ടാണ്. ഇതിൽ കഴിഞ്ഞ ആഴ്ച 5-ാം തീയതി തൊട്ടിട്ട് ഇന്ന് 9-ാം തീയതി ഇന്ന് വരെയുള്ള PNL നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതാ അവിടെ കാണാം 142 രൂപ. അത് ചെറിയൊരു ബ്രേക്ക് ആണ്. ഇത് ഈ ഒരൊറ്റ ദിവസം മാത്രമേ എൻട്രി ഉണ്ടായിരുന്നുള്ളൂ. അത് 3 എൻട്രി ഉണ്ടായിരുന്നുണ്ട്. 2 SL ഒരു 1:2 എന്നുള്ള രീതി. ആ 1:2 പ്രോപ്പർ ടാർഗറ്റ് അടിച്ചില്ല. 1:2 എത്തിയിട്ടുള്ളൂ. 1:5 ഒക്കെ ആണ് എൻ്റെ ടാർഗറ്റ്. അപ്പോൾ അത് 1:2 എത്തിയപ്പോൾ ടൈം ഔട്ട് ആയപ്പോൾ എക്സിറ്റ് അടിച്ചാണ്. എൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചാനലുണ്ട്, നോക്കി നോക്കിയാൽ കിട്ടും. അപ്പോൾ ബാക്കി ദിവസമൊന്നും പ്രോപ്പർ എൻട്രി കിട്ടുന്നില്ല. അത് പല മാർക്കറ്റ് കണ്ടീഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് SL വരുന്ന ടൈം ഉണ്ടാവും. ചില സമയത്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ടാർഗറ്റ് വരുന്നുണ്ടാവും. ചില സമയത്ത് ഇങ്ങനത്തെ എൻട്രി വരാത്ത ടൈമും ഉണ്ടാവും. അപ്പോൾ എൻട്രി വരാത്ത സമയത്ത് നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് ഇപ്പോൾ അതൊക്കെ ഭയങ്കര കൺസോൾട്ടേറ്റിംഗ് ആയിട്ടുള്ള മാർക്കറ്റാണ്. ഈ മാർക്കറ്റിലൊക്കെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നിരത്തി ട്രേഡ് എടുത്ത് അവിടെ ഇവിടെയൊക്കെ SL വാങ്ങി കൂട്ടി വെച്ചാൽ പിന്നെ നമുക്ക് പ്രോഫിറ്റ് വരുന്ന സമയത്ത് നമുക്ക് ആ പ്രോഫിറ്റ് കൊണ്ട് കാര്യമില്ല. ആ പ്രോഫിറ്റ് ഈ ലോസൊക്കെ കവർ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ടി വരും. നമുക്ക് കയ്യിലേക്ക് ഇങ്ങോട്ടൊന്നും കിട്ടാണ്ടാവില്ല. അപ്പോൾ ഈ പ്രോപ്പർ എൻട്രി വരാത്ത സമയത്ത് എടുക്കാണ്ടിരിക്കാനുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഇന്നലത്തെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. ഇന്നലെ ട്രേഡ് ഒന്നും ഇല്ലേനി, എന്നാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. വീണ്ടും പറയുകയാണ്, ഇതാണ് ട്രേഡിങ്ങിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നാളെ വെള്ളിയാഴ്ചയാണ്. നാളത്തേക്ക് കൺസിഡർ ചെയ്യാൻ പോകുന്ന ലെവൽസ് ഇത് രണ്ടും നല്ല ലെവൽസ് തന്നെയാണ്. ഇനി പുതിയ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇൻറ്റേർണൽ ആയിട്ടുള്ള ലെവൽസൊക്കെ നിഫ്റ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ഇവിടെ ഒരു ലെവൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയൊരു ഇൻറ്റേർണൽ ആയിട്ടുള്ള ലെവലാണ്, പ്രോപ്പർ ലെവലല്ല. എന്നാലും കുഴപ്പമില്ല. നാളെ ഈ ഒരു ലെവലൊക്കെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ എൻട്രി കൺസിഡർ ചെയ്യും. ഓക്കെ, ഈ 2 ലെവലിൽ ഏതെങ്കിലുമൊക്കെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ താഴേക്ക് ഒരു എൻട്രി കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നിഫ്റ്റിയിൽ കൺസിഡർ ചെയ്യുള്ളത്. ഇനി ബാങ്കിൽ ഞാൻ ലെവൽസ് ഒന്നും വരയ്ക്കുന്നില്ല. ബാങ്കിൽ എല്ലാ ദിവസവും ലെവൽസ് വരയ്ക്കലുണ്ടായിരുന്നു. പക്ഷേ എൻട്രി തീരെ കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് ഇനി അങ്ങോട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ലെവൽസ് ഒന്നും വരയ്ക്കുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ എന്തായാലും ഇനി എൻട്രി കൺസിഡർ ചെയ്യുന്നില്ല. നിഫ്റ്റിയിൽ മാത്രമേ നോക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ ഈ 4 ലെവൽസ് ആയിരിക്കും നാളത്തേക്ക് എൻട്രി കൺസിഡർ. അതിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ലെവൽസ് പറഞ്ഞാൽ മേലെ അപ്പ് സൈഡിൽ ഇതും ഡൗൺ സൈഡിൽ ഇതും. ഈ 2 ലെവൽസ് ടാപ്പ് ചെയ്യുന്ന സമയത്തായിരിക്കും നാളെ എൻട്രി കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ്. പക്ഷേ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം എല്ലാവരും എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. ഈ ട്രേഡ് വരാത്ത സമയത്ത് നമ്മൾ ഫോഴ്സ് ചെയ്ത് ഒരു ട്രേഡ് എടുക്കരുത്. ആ ട്രേഡ് എടുക്കുന്നത് പിന്നീട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള നല്ല എൻട്രീസ് വരുന്ന സമയത്തും നമ്മളെ ബാധിക്കും. ഇമോഷണലി ഭയങ്കരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് എല്ലാവരും ജസ്റ്റ് നോട്ട് ഇറ്റ്. ഓക്കെ, അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.